അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 അഹ്കാമുൽ ഇസ്ലാം ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 അഹ്കാമുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിൻ്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 അഹ്കാമുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് ലഭ്യമാണ്. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. സുന്നത്തിൻ്റെ മറ്റൊരു പേര്. ഓപ്ഷൻസ്: മന്ദൂബ്, മക്രൂഹ്, മുബാഹ്. ചരിത്രം: മന്ദൂബ്. മക്രൂഹ് എന്ന് പറഞ്ഞാൽ കറാഹത്താണ്. മുബാഹ് എന്ന് പറഞ്ഞാൽ ഹലാലാണ്. മന്ദൂബിൻ്റെ മറ്റൊരു പേരാണ് സുന്നത്ത്. 2. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും. ഓപ്ഷൻസ്: നോമ്പ്, നിസ്കാരം, ഖുർആൻ പാരായണം. ചരിത്രം: നിസ്കാരം. 3. വെള്ളത്തിൽ ഇളവുള്ള നജസ്. ഓപ്ഷൻസ്: കൊതുകിൻ്റെ ശവം, തവളയുടെ ശവം, പക്ഷിയുടെ കാഷ്ടം. ചരിത്രം: കൊതുകിൻ്റെ ശവം. 4. പുരുഷൻ തലമറയ്ക്കാതെ നിസ്കരിക്കൽ. ഓപ്ഷൻസ്: ഹലാൽ, ഹറാം, കറാഹത്ത്. ചരിത്രം: കറാഹത്ത്. 5. ശേഷം വുളൂ സുന്നത്തുള്ള കാര്യമാണ്. ഓപ്ഷൻസ്: ഉറങ്ങുക, നഖമുറിക്കുക, ഭക്ഷണം കഴിക്കുക. ചരിത്രം: നഖമുറിക്കുക. 6. സ്ത്രീകൾ നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. ഓപ്ഷൻസ്: ഹൈലുള്ളപ്പോൾ, നിഫാസുള്ളപ്പോൾ, ഇസ്തിഹാലത്തുള്ളപ്പോൾ. ഹൈലും നിഫാസുമുള്ളപ്പോൾ സ്ത്രീകൾ നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ പാടില്ല. ചരിത്രം: ഇസ്തിഹാലത്തുള്ളപ്പോൾ. അടുത്ത പ്രവർത്തനം, ചെറുമ്പടി ചേർക്കുക. 7. മയ്യത്ത് കുളിപ്പിക്കുക. 8. ഛർദ്ദിക്കുക. 9. മസ്ജിദിൽ പ്രവേശിക്കുക. 10. ഖുർആൻ പാരായണം ചെയ്യുക. 11. മുസ്ഹഫ് തൊടൽ. ഇപ്പുറത്ത് നോക്കൂ. എ. വുളൂ നിർബന്ധമുള്ള കാര്യം. ബി. മുമ്പ് വുളൂ സുന്നത്തായ കാര്യം. സി. ശേഷം കുളി സുന്നത്തായ കാര്യം. ഡി. ശേഷം വുളൂ സുന്നത്തായ കാര്യം. ഇ. മുമ്പ് കുളി സുന്നത്തായ കാര്യം. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. മയ്യത്ത് കുളിപ്പിക്കുക. ചരിത്രം: സി. ശേഷം കുളി സുന്നത്തായ കാര്യം. 8. ഛർദ്ദിക്കുക. ചരിത്രം: ഡി. ശേഷം വുളൂ സുന്നത്തായ കാര്യം. 9. മസ്ജിദിൽ പ്രവേശിക്കുക. ചരിത്രം: ഇ. മുമ്പ് കുളി സുന്നത്തായ കാര്യം. 10. ഖുർആൻ പാരായണം ചെയ്യുക. ചരിത്രം: ബി. മുമ്പ് വുളൂ സുന്നത്തായ കാര്യം. 11. മുസഫ് തൊടൽ. ചരിത്രം: എ. വുളൂ നിർബന്ധമുള്ള കാര്യം. അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കുക. 12. വാജിബിന് ഡാഷ് എന്നും പേരുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഫർള്. വാജിബിന് ഫർള് എന്നും പേരുണ്ട്. 13. സുന്നത്തായ ശുദ്ധീകരണം ഡാഷ് വിധമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 4. സുന്നത്തായ ശുദ്ധീകരണം 4 വിധമാണ്. 14. ദുആ ചെയ്യാത്തവരോട് ഡാഷ്ക്ക് ദേഷ്യമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആല. ദുആ ചെയ്യാത്തവരോട് അല്ലാഹു തആലക്ക് ദേഷ്യമാണ്. 15. പൂർണ്ണാശയമുള്ള ആയത്തോതൽ ജുമയുടെ ഡാഷം ഖുത്ബയിലാണ് ഉത്തമം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 1. പൂർണ്ണാശയമുള്ള ആയത്തോതൽ ജുമയുടെ 1 ഖുത്ബയിലാണ് ഉത്തമം. 16. ഹലാലായ യാത്രയിലെ ഡാഷ് നിസ്കാരത്തിൽ ഖിബ്ലയ്ക്ക് മുന്നിടൽ നിർബന്ധമില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സുന്നത്ത്. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബ്ലയ്ക്ക് മുന്നിടൽ നിർബന്ധമില്ല. 17. ഖസ്റാക്കി നിസ്കരിക്കാനുള്ള വഴി ദൂരം ഡാഷ് കിലോമീറ്റർ ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 132. അടുത്ത പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. ജുമാ ഖുത്ബയുടെ ഭാഷ. ഉത്തരം: അറബി. 19. ചെയ്യൽ ഹറാമായ ഒരു കാര്യം.
ഉത്തരം കള്ള് കുടിക്കൽ. 20 ഹൈലുണ്ടാകുന്ന കുറഞ്ഞ പ്രായം. ഉത്തരം 9 വയസ്സ്. 21 ഒരു തൈമം കൊണ്ട് എത്ര ജനാസ നിസ്കരിക്കാം? ഉത്തരം 1-ൽ കൂടുതൽ. 22 ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കേണ്ടത് ആര്? ഉത്തരം പാരായണം നന്നായി അറിയുന്നവൻ. 23 ജംഉം ഖസ്റുമാക്കാൻ പറ്റാത്ത നിസ്കാരം. ഉത്തരം സുബ്ഹ്. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 ശുദ്ധീകരണത്തിന്റെ നേട്ടങ്ങൾ എന്തെല്ലാം? ഉത്തരം അത് മാലിന്യം ഇല്ലാതാക്കും, ദുർഗന്ധം ഒഴിവാക്കും, ഉന്മേഷമുണ്ടാക്കും, അലസതയകറ്റും. 25 കുളിക്കുമ്പോൾ എവിടെയെല്ലാം വെള്ളമൊഴുക്കണം? ഉത്തരം ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും. 26 വുളുഉം തയമ്മുമും കൂടി ചെയ്യേണ്ടത് ആര്? ഉത്തരം മുറിവുള്ളയാൾ. മുറിവിനു വേണ്ടി തയമ്മും ചെയ്യുകയും മറ്റു ഭാഗത്തിന് വുളുഉം ചെയ്യേണ്ടതാണ്. 27 ഏറ്റവും സ്വീകാര്യമായ ദുആ ഏതാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു? ഉത്തരം അർദ്ധരാത്രിയിലും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആ. 28 ജുമയുടെ 2 ഖുത്ബയിലും നിർബന്ധമായ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം 1 അള്ളാഹുവിനെ സ്തുതിക്കുക, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, 3 അള്ളാഹു തആലയ്ക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കുക എന്നീ കാര്യങ്ങൾ 2 ഖുത്ബയിലും നിർബന്ധമാണ്. 29 നിസ്കാരത്തിൽ അടിമ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്തു പറയും? ഉത്തരം ഇത് എൻ്റെ അടിമയ്ക്കുള്ളതാണ്, എൻ്റെ അടിമയ്ക്ക് അവൻ ചോദിച്ചതെല്ലാം ഉണ്ട്. 30 ഭക്ഷണത്തിൽ ഇളവുള്ള നജസുകളിൽ 2 എഴുതുക. ഉത്തരം മാംസത്തിൽ അവശേഷിക്കുന്ന രക്തം, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുണ്ടാവുന്ന മാലിന്യം തുടങ്ങിയവ. 31 ജമാഅത്തിന്റെ ഷർത്തുകളിൽ 2 എഴുതുക. ഉത്തരം 1 ഇമാമിനോട് തുടരുന്നു എന്ന് നിയത്ത് ചെയ്യുക, 2 കാൽ മടമ്പ് കൊണ്ട് ഇമാമിന്റെ മുമ്പിലാകാതിരിക്കുക. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32 ജുമാ ഖുത്ബ അറബി ഭാഷയിലായിരിക്കൽ. അപ്പം നോക്കൂ, അറബിയിലല്ലാത്ത ഒരു ഭാഷയിലും ഖുത്ബ നിർവഹിക്കാൻ പാടില്ല. ഖുത്ബ നിസ്കാരം പോലെ ഒരു ഇബാദത്താണ്. അതിന് ഷർത്തുകളും റുക്നുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മുൻകഴിഞ്ഞ മഹാന്മാരുമെല്ലാം അറബിയിൽ മാത്രമേ ഖുത്ബ നിർവഹിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കൽ ബിദ്അത്തും ളലാലത്തുമാണ്. 33 കാലിൽ മുറിവുള്ളവൻ തയമ്മും ചെയ്യേണ്ട രൂപം. അപ്പം നോക്കൂ, ഉളു എടുക്കുക, ചെവിത്തടവി കഴിഞ്ഞതിന് ശേഷം മണ്ണെടുക്കുക. ഫർദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മും ചെയ്യുന്നു എന്ന് നിയത്ത് ചെയ്യുക. 2 കൈകളും മണ്ണിൽ അടിച്ച് മുഖം തടവുക. വീണ്ടും മണ്ണിലടിച്ച് ആദ്യം വലത് കൈയും പിന്നെ ഇടത് കൈയും തടവുക. തുടർന്ന് കാലിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും ബാൻഡേജിൽ വെള്ളം കൊണ്ട് തടവുകയും ചെയ്യുക. ശേഷം വുളുവിന്റെ പ്രാർത്ഥന നടത്തുക. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.